ചാലക്കുടി മാർക്കറ്റ് റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് കയ്യേറ്റം കണ്ടെത്തുന്നതിനുള്ള അളവ് ആരംഭിച്ചു. പോലീസ് സ്റ്റേഷൻ റോഡ് മുതൽ നോർത്ത് ജംഗ്ഷൻ വരെയുള്ള മാർക്കറ്റ് റോഡിലാണ് അനധികൃത കയ്യേറ്റമുണ്ടെന്ന് കാണിച്ച് പരാതി ഉയർന്നത്. ഏകദേശം 20 മീറ്ററോളം വീതിയുള്ള മാർക്കറ്റ് റോഡിന്റെ ഇരുവശത്തും വലിയ തോതിലുള്ള കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. പകുതിയിലധികം കയ്യേറ്റം കണ്ടെത്തിയതായി പറയുന്നു. കയ്യേറ്റം കണ്ടെത്തി മാർക്ക് ചെയ്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറും. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ പറഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോടതിയിൽ അടുത്ത 8-ാം തീയതി കേസുണ്ട്. അതിനു മുൻപായി കയ്യേറ്റം കണ്ടെത്തി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് അളവ് ആരംഭിച്ചിരിക്കുന്നത്. 2 ദിവസമായി കയ്യേറ്റം കണ്ടെത്തി മാർക്ക് ചെയ്ത നടപടികൾ നടന്നുവരുന്നു. പൊതുപ്രവർത്തകനായ PK ജേക്കബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പുതിയതായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ കയ്യേറ്റമുള്ളതായി പറയുന്നു. ഭരണത്തിലും മറ്റും സ്വാധീനിച്ചാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തി പുതിയ കെട്ടിടം നിർമ്മിച്ചതെന്ന് പറയുന്നു. 15 വർഷത്തിലധികമായി കേസ് നടന്നുവരികയാണ്. തഹസിൽദാർ അബ്ദുൾ മജീദ്, ഭൂരേഖ തഹസിൽദാർ വിനോദ്, ഡെപ്യൂട്ടി തഹസിൽദാർ ദീപ, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ B അനിൽകുമാർ, താലൂക്ക് സർവേയർ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന ജോലികൾ പുരോഗമിക്കുന്നത്.